ഹായ് ഗായ്സ്, ഗ്രീൻ എസ്തറ്റിക്കിൽ വാൾ ഡെക്കർ ഉണ്ടാക്കാനായിട്ട് ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് കുറച്ച് ക്രാഫ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ലൈനുള്ള ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ കേഴ്സീവ് ലെറ്റേഴ്സിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പല ബുക്കിൽ നിന്ന് എടുത്ത എന്തൊക്കെയോ സെൻറ്റൻസാണ് എഴുതിയിരിക്കുന്നത്. അതൊരു ബാക്ക്ഗ്രൗണ്ട് നല്ലോണം കിട്ടാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ പുറത്തൊരു ബട്ടർഫ്ലൈ വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ പൂവും ഒരു സൈഡിൽ ബട്ടർഫ്ലൈയുടെ ചിറകും എന്നുള്ള രീതിയിലാണ് വരച്ചു കൊടുക്കുന്നത്. ഇത് പിൻട്രസ്റ്റിൽ കണ്ടൊരു ഇമേജാണ്. എക്സാക്ട്ലി അതുപോലെ വന്നിട്ടില്ലെങ്കിലും എൻ്റെ ഒരു രീതിയിൽ ഞാൻ ഒരുമാതിരി ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലുള്ള കേഴ്സീവ് ലെറ്റേഴ്സ് കുറച്ചുകൂടെ നൈസായിട്ട് ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ എഴുതുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എസ്തറ്റിക് ആയേനെ. പക്ഷേ എനിക്കിങ്ങനെ എഴുതാനേ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഒരു കമ്പി എടുത്ത് അതിൻ്റെ അറ്റം വളച്ചിട്ട് അതിനകത്ത് ഇതുപോലെ പേപ്പർ കയറ്റി ജസ്റ്റ് ഒന്ന് ചുരുട്ടി ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് പൂ പോലെയാവും. ഇതുപോലെ 2 ലെയേഴ്സ് വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ കുറേ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 5-6 ഫ്ലവേഴ്സെങ്കിലും വേണം. കുറച്ചുകൂടെ നൈസ് പേപ്പറിൽ ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് വന്നെങ്കിൽ. ഇത് സാധാരണ ബുക്ക് പേപ്പറാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അത്ര ഭംഗിയായിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് മാത്രമായിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുപോലെ എല്ലാം തന്നെ ചെയ്തെടുത്ത് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് ഒരു തണ്ട് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറത്തൂടെ ഗ്രീൻ അക്രിലിക് പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ട ഏകദേശം ഒരു പൂ പോലെ ചുമ്മാ എങ്കിലും തോന്നിക്കുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞൊരു പേപ്പറിൽ ജാറ് പോലെ ഒരു ഇത് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറത്ത് ചണത്തിൻ്റെ ചാക്ക് നൂലിങ്ങനെ കെട്ടി വെച്ച് കൊടുത്തു. അപ്പോൾ അത് കാണാൻ ഏകദേശം കുറച്ചുകൂടെ എസ്തറ്റിക്കായിട്ടുണ്ടായിരുന്നു. പക്ഷേ പിൻട്രസ്റ്റിൽ കണ്ടത് അതിലും എസ്തറ്റിക്കായിരുന്നു. പിന്നെ ഞാൻ വലിയ കാര്യമൊന്നും ഇല്ലാതെ ഒരു ചെറിയ ഡിസൈനും കൂടെ ചുമ്മാ ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കുന്നുണ്ട്. എല്ലാം ഗ്രീൻ വൈറ്റ് അങ്ങനത്തെ കോംബോയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് എല്ലാം ഒരേ തീമിലുള്ള 9 വാൾ ഡെക്കേഴ്സ് ഉണ്ടാക്കിയെടുക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പം ഞാൻ അതുകൊണ്ട് ഈ ഡിസൈനും നല്ലോണം ഒന്ന് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബൈബിൾ വേഴ്സ് എഴുതുന്നുണ്ട്. അത് ഒരു കൊയറ്റ് എഴുതുന്ന പോലെ തന്നെ ബൈബിൾ വേഴ്സ് എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാം ഏകദേശം ഒരേ അളവിലുള്ള പേപ്പേഴ്സ് എടുത്തിട്ടാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാം ഒരേ അളവിലുള്ള കാർഡുകൾ പോലെ 9 കാർഡായിട്ടുണ്ട്. പിന്നെ ഞാനത് ചുവരിലൊട്ടിച്ച് വെച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ പുതിയ ചാനലാണ്.